മണിപ്പൂരിൽ നിന്ന് വീണ്ടും ആയുധങ്ങൾ കണ്ടെടുത്തു. കാങ്പോക്വിയിൽ നിന്നാണ് റോക്കറ്റുകളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിയത്. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വീണ്ടും. വിനീത, പറയൂ. SKN മണിപ്പൂരിൽ നിന്ന് വീണ്ടും ആയുധങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ ഏതാണ്ട് ഒരു മാസത്തോളമായി മണിപ്പൂരിൽ വലിയ സംഘർഷങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഈ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഇതിനിടെയാണ് വീണ്ടും ആയുധങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. റോക്കറ്റും ഒപ്പം തന്നെ ചില സ്ഫോടക വസ്തുക്കളുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് മണിപ്പൂരിലെ കാങ്പോപ്പി ജില്ലയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം ചുരാചന്ദ്പൂരിൽ നിന്നും ഇത്തരം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സൈന്യം സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു വിവരം കൂടി വന്നിട്ടുണ്ടായിരുന്നത് മ്യാൻമറിൽ നിന്ന് ഏതാണ്ട് 900ഓളം ആളുകൾ അടങ്ങുന്ന ചില സംഘങ്ങൾ, ചില അക്രമ സംഘങ്ങൾ ആ മേഖലകളിൽ, ഈ മണിപ്പൂരിലെ പല മേഖലകളിലേക്കും അവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നൊരു നിർദ്ദേശം അവിടുത്തെ ഈ ആളുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അധികൃതർ തന്നെയാണ് അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. സുരക്ഷാ സൈന്യത്തിനൊക്കെയാണ് അങ്ങനെ ഒരു നിർദ്ദേശം അവർ നൽകിയിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഇത്തരമൊരു നിർദ്ദേശം വന്നിട്ടുള്ളതായിട്ടാണ് അവിടെയുള്ള സൈന്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് അങ്ങനെ അവർ കടന്നു വന്നിട്ടുണ്ടെന്നും അവർക്ക് വലിയ ആക്രമണങ്ങൾ നടത്താൻ ഉദ്ദേശമുണ്ട് എന്നും ഒക്കെയാണ് ഒരു ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ലഭ്യമായിരുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം വലിയ രീതിയിലേക്കുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു സൈന്യം. ഇങ്ങനെ നടത്തിയ പരിശോധനയിലാണ് കാങ്പോപ്പിയിൽ നിന്നും ചുരാചന്ദ്പൂരിൽ നിന്നും ഇപ്പോൾ ആയുധങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റ് മേഖലകളിലേക്കൊക്കെ തന്നെ ഈ ഒരു നിർദ്ദേശത്തെ തുടർന്ന് പരിശോധനയും ഒപ്പം തന്നെ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ടെന്നും മണിപ്പൂർ പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിനീതയാണ് ഡൽഹിയിൽ നിന്ന് പറഞ്ഞത്. രാജ്യൻ പി പറയുന്നു, ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ കാക്ക വാഹനത്തിന് മുകളിൽ നിറയെ കാഷ്ടിച്ചു വെച്ചതിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ എന്തെങ്കിലും മുന്നറിയിപ്പ് പാർക്കിംഗ് അതോറിറ്റി കൊടുക്കുന്നുണ്ടോ? അങ്ങനെ 200 രൂപ വാങ്ങിച്ചാൽ ഇതെല്ലാം സംരക്ഷിക്കാമെന്ന് അവർ ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉറപ്പുമില്ല. കാക്കയെ പ്രതിരോധിക്കാനുള്ള നടപടിയൊന്നും ഈ ഏജൻസികളിലുണ്ടെന്ന് തോന്നുന്നില്ല.